തെയ്യത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മേലേരിൻ്റെ അകത്ത് ബീറിൻ്റെ കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. മുറിവേൽപ്പിക്കാൻ ഇത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഞാൻ അറിഞ്ഞ കാര്യം. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ആളുകളുണ്ടോ? ഒരുപാട്. അതുപോലെ തന്നെ എനിക്ക് മടുപ്പും വരുന്നുണ്ട്. പലതും നല്ലത് ചെയ്തിട്ട് പിന്നെ ചില സമയത്ത് അവർ നമ്മളെ കാണുമ്പോൾ അവരെ നമ്മളെ തിരസ്കരിച്ച് പോകുമ്പോൾ ചില സമയം സങ്കടം തോന്നാം. പരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ അത്രയും വിശ്വാസത്തിന് പുറത്ത് വരുന്നത്. അത് ഇനിയിപ്പോൾ യുക്തിവാദി വന്നിട്ടുണ്ട്, അവനെയും ചില സമയം എനിക്ക് തിരുത്താൻ. മുത്തപ്പനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെയാണ് മുത്തപ്പൻ. മുത്തപ്പൻ പാവങ്ങളുടെ ദൈവമാണ്. വിളിച്ചാൽ വെളുപ്പുറത്തെത്തുള്ള മുത്തപ്പനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വിലങ്ങുകളൊന്നുമില്ല. ജാതിയുടെ വിലങ്ങൾ, മതത്തിൻ്റെ വിലങ്ങൾ, ഇതൊന്നും ഇല്ലാതെ ആർക്ക് എപ്പോഴും വിളിക്കും മുത്തപ്പനെ വിളിക്കാം, മുത്തപ്പൻ്റെ അടുത്ത് പോവാം. ഭക്തരുമായിട്ട് ഇടപഴകുമ്പോൾ കൊടുക്കുന്ന മറുപടികളുണ്ടല്ലോ, അത് ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുക ഒരു മറുപടിക്ക് എന്ന് തോന്നാറുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു കുട്ടിയെ, 2 പെൺകുട്ടികൾ, അവരുടെ വരവും അവരുടെ മുഖത്തുള്ള അവരുടെ ചേഷ്ടകളും കണ്ടേരം ഒന്ന് തട്ടി ചോദിച്ച് ആശ്വാസ വാക്ക് പറയുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞ് അവർ രണ്ടാളും ഇപ്പോഴെന്നെ വിളിക്കാം. മരണത്തിൽ നിന്നാണ് തിരിച്ചു കൊണ്ടുവന്നത്. മുത്തപ്പന് നമുക്ക് ശരീരത്തോട് ചേർത്ത് പിടിക്കാം. എനിക്ക് കിട്ടുന്ന അതേ നിർവൃതിയാണ് ഭക്തന്മാർക്കും കിട്ടും. അപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കൂട്ടർക്ക് എപ്പോഴും അത് വലിയൊരു കാര്യം. പിന്നീട് അവർ കാണുമ്പോൾ വന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട്. അതാണ് എൻ്റെ ജീവിതത്തിൽ വിജയം. ദയാനന്ദൻ എന്ന് പറഞ്ഞൊരു തെയ്യക്കാരൻ വിജയിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ തെയ്യം. നമസ്തേ. വിശ്വാസവും കലയും ഒന്നിക്കുമ്പോൾ മനുഷ്യൻ ദൈവമായി മാറും. തെയ്യത്തെക്കുറിച്ചും മുത്തപ്പനെയും കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ശ്രീ ജയാനന്ദൻ പെരുവണ്ണാനാണ്. ചേട്ടാ നമസ്തേ. നമസ്കാരം. മനുഷ്യൻ ദൈവമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്നൊരു ആത്മീയമായൊരു അനുഭൂതിയുണ്ട്. അപ്പോൾ അതിന് ഭാഗമാകുമ്പോൾ ചേട്ടൻ അനുഭവിക്കുന്ന ഒരു ആത്മീയത അത് എത്രത്തോളമാണ്? അത് സീമയില്ലാതെ ആത്മനിർവൃതിയാണത്. ആത്മീയത എന്ന് പറയാം, ഒരു ആത്മനിർവൃതി, മനസ്സുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയാണ്. ഒരുപാട് കാലമായിട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ആത്മനിർവൃതി. അതുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിൽ ഈ തെയ്യമായിട്ട് ഇങ്ങനെ നിന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുത്തപ്പനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെയാണ് മുത്തപ്പൻ. ഭയങ്കര അപ്രോച്ചബിളായിട്ട്, നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം മുത്തപ്പൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുക. ശരിക്കും ആരാണ് മുത്തപ്പൻ? മുത്തപ്പൻ പാവങ്ങളുടെ ദൈവമാണ്. വിളിച്ചാൽ വെളുപ്പുറത്തെത്തുള്ള ദൈവമാണ്. ഇത് മുത്തപ്പനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വിലങ്ങുകളൊന്നുമില്ല. ഒരുപാട് വിലങ്ങുകളില്ല. ജാതിയുടെ വിലങ്ങൾ, മതത്തിൻ്റെ വിലങ്ങുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരവൃത്തിയുടെ വിലങ്ങുകൾ, ഇതൊന്നും ഇല്ലാതെ ആർക്ക് എപ്പോഴും വിളിക്കും മുത്തപ്പനെ വിളിക്കാം, മുത്തപ്പൻ്റെ അടുത്ത് പോവാം. അതൊക്കെയാണ് മുത്തപ്പൻ്റെ ആരാധനയുടെ ഒരു വൈവിധ്യം. മുത്തപ്പൻ്റെ കഥ ഒന്ന് പറഞ്ഞു തരാമോ? മുത്തപ്പനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാതെ ബ്രാഹ്മണ ദമ്പതിമാർ വളരെയധികം ഭക്തി പൂണ്ടിട്ട് വയത്തൂർ കാളിയാർ എന്നുള്ള കിരാതമൂർത്തിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് വരലാഭമായിട്ട് കുളിക്കാനായിട്ട് വന്നിരിക്കുന്ന അമ്മക്ക്, പാടിക്കുറ്റി നല്ലമ്മക്ക്, അവർ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തിരുനെറ്റിക്കല്ലിൻ്റെ മേലിൽ ഭൂജാതനായി കണ്ടിരിക്കുന്ന കുട്ടിയാണ് മുത്തപ്പൻ. അത് ഞങ്ങളുടെ സങ്കല്പപ്രകാരം വൈഷ്ണവ തേജസ്സായിട്ടാണ് നമ്മളതിനെ ആരാധിക്കുന്നത്. ആ വൈഷ്ണവ തേജസ്സിന് ഞങ്ങൾ അവർക്ക് ആ കുട്ടികളില്ലാതെ പരിതസ്ഥിതിയിൽ ആ കുട്ടിയെ എടുക്കുകയും അയ്യങ്കര ഇല്ലത്ത് പോകുമ്പോഴും അവരുടെ ഭർത്താവായ വാഴുന്നവർ അത് ചേർത്ത് പിടിച്ചിട്ട് അവർ മുത്തപ്പൻ്റെ ബാല്യകാലങ്ങൾ പങ്കിടുക. അങ്ങനെ ഒരു 16 വയസ്സ് കാലമാകുമ്പോഴേക്കും മുത്തപ്പൻ അവിടെ ഈ മലയടിയാന്മാരായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലയടിയാന്മാരുമായിട്ടാണ് സാധാരണ ജനങ്ങളുമായിട്ട് കൂട്ടുകൂടി സാധാരണ ജനങ്ങളുടെ ഇല്ലം വിട്ടിട്ട് സാധാരണ ജനങ്ങളുടെ ജീവിതചര്യയിലേക്ക് സഞ്ചരിക്കുകയും സാധാരണ ജനങ്ങളിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇല്ലത്തിന് വിപരീതമായിരിക്കുന്ന ജീവിത രീതിയായി. അതുകൊണ്ട് സഹിയിട്ടിരിക്കുന്ന വാഴുന്നവർ തൻ്റെ ധർമ്മപത്നിയോട് സങ്കടം പറയുമ്പോൾ അവിടെ വെച്ചിട്ടാണ് മുത്തപ്പൻ ഇല്ലം വിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് പോയി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാധു സംരക്ഷണം ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ രക്ഷകനായി മാറി, അനീതിക്കെതിരെ പോരാടി രക്ഷകനായി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ അയ്യങ്കര ഇല്ലത്ത് വളർന്നു വന്ന മുത്തപ്പൻ. വൈഷ്ണവമായ കാഴ്ചപ്പാടിൽ ഞങ്ങൾ സങ്കല്പിക്കുന്ന വൈഷ്ണവ സങ്കല്പം. അങ്ങനെ അവരവിടെ നിന്ന് ഇങ്ങനെ വളർന്നു. ഒരുപാട് കാലം ആ നാട്ടിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അയ്യങ്കരയിൽ അച്ഛനുമായിട്ട് ചൊടിച്ചു. അയ്യങ്കര ഇല്ലം വിട്ടു.
ഇല്ലം വിട്ടിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മുത്തപ്പൻ കൂടുതലായിട്ട് വയത്തൂരേറ്റം ഈ തറക്കാലിപ്പുഴ പറഞ്ഞിട്ട് വയത്തൂരേറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പയ്യാവൂർ കുറേ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ സന്ദർഭത്തിൽ ഒരു മണ്ണിനെ കൊണ്ടുള്ള ഒരു പുറ്റ് കാണുകയും ആ പുറ്റിനുള്ളിൽ ഒരു യോഗി തപസ് ചെയ്തതായിട്ട് തോന്നുകയും അപ്പോൾ ചെറുക്കാന്ന് പറയും, ഉറപ്പുണ്ടായിരിക്കണം നാനാരെ എന്ന് പറയുകയും ചെയ്തിട്ട് രണ്ടാളായി മാറി. രണ്ട് മനുഷ്യന്മാരുടെ പിന്നെയുള്ള കർമ്മജീവിതമാണ് മുത്തപ്പൻ്റെ ആരാധനകളും കാര്യങ്ങളും. അങ്ങനെ അവർ രണ്ടാളും കുന്നത്തൂരേക്ക് പോവുകയും കുന്നത്തൂർ പോയിട്ട് അവിടെ പിന്നെ അവിടെ ഒരു നമ്മുടെ മധുവമ്പന എന്നാ പറയാം, പനയുടെ മുകളിൽ കയറിയിട്ട് കള്ളെടുത്ത് കുടിച്ചേരം ഈ ഏറ്റുകാരം വരികയും കാണുകയും ചന്ദൻ വരികയും കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ചന്ദൻ ആക്രമിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ചന്ദനെ കല്ലാക്കി മറക്കുന്നു, ശിലയാക്കി മറച്ചു വെച്ച് കളഞ്ഞു. അപ്പോൾ ചന്ദൻ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചന്ദനെ കാണാനായിട്ട് ചന്ദൻ്റെ ഭാര്യ വല്ലാതെ വ്യാകുലപ്പെട്ടിട്ട് വ്യസനപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിങ്കിൽ നിന്ന് അശരീരി ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ചന്ദൻ കല്ലായി മറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ ചന്ദനെ തിക്കിയും തിരക്കിയും പോയ ഭാര്യയ്ക്ക് ഈ മധുവമ്മനൻ്റെ മുരട് ഒണ്ടിയും കത്തിയായിട്ട് നിൽക്കുന്ന ചന്ദൻ്റെ രൂപമാണ് കാണുന്നത്. ഈ ഏറ്റുകാരൻ്റെ രൂപം ഒരു കല്ലായി മറഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ തിക്കിയും തിരക്കിയും നോക്കുമ്പോൾ മധുവൻ പനയുടെ മുകളിൽ ഒരാളെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം. അപ്പോൾ അത് ഈ വൈഷ്ണവ ദേശമായിരിക്കുന്ന ഭഗവാനാണ്, മുത്തപ്പനാണ്, വലിയ മുത്തപ്പനാണ്. അപ്പോഴേ ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ ചന്ദന പണ്ടേയുള്ള രൂപത്തെ കാട്ടിത്തരണം, കാട്ടിത്തന്നാൽ അകത്തൊരു പൂജയായിട്ട് ചെയ്തു തരാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ സത്യവാക്കുകൾ അതെനിക്ക് ഇതിനകത്ത് പറഞ്ഞുകൂടാ. അങ്ങനെ അവർ നിർദ്ദേശിച്ച ആരാധനാ ക്രമം അത് തന്നെയാണ് അന്ന് അവിടെയും നടക്കുന്നത്, ഇന്ന് ഇവിടെയും നടക്കുന്നത്. എവിടെയായാലും മുത്തപ്പൻ അന്ന് അടിയാത്തി നിർദ്ദേശിച്ച ഒരു ആരാധനക്രമമുണ്ട്. ആ ആരാധനക്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും നമ്മൾ അത് തന്നെയാണ് ഇന്നും അതിനെ ഒരു തരത്തിലും മാറിയില്ല. അത് മാറ്റാനുള്ള അവകാശം നമുക്കില്ല. അതൊക്കെ നിർദ്ദേശിച്ചത് അടിയാത്തിയാണ്, ഈ കാട്ടുജാതിയായ അടിയാത്തിയാണ് അത് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ അടിയാത്തിയുടെ ഭക്തി കൊണ്ട് സന്തോഷമായ ഈ വൈഷ്ണവ തേജസ്സായ മുത്തപ്പൻ താഴേക്കിറങ്ങുകയും പിന്നെ മധുവമ്പനയുടെ നീരെടുത്തിട്ട് ഈ കള്ളെടുത്തുകൊണ്ട് ഈ ശിലയാക്കി മറച്ചു വെച്ച ചന്ദൻ്റെ മുകളിൽ തെളിച്ചു കൊടുത്തു, അവന് ജീവൻ തിരിച്ചു കൊടുത്തു എന്നാണ് കഥ. അപ്പോഴങ്ങനെ കുന്നത്തൂർ കഴിഞ്ഞു. കുന്നത്തൂർ ഈ അടിയാത്തി നിവേദ്യങ്ങളോട് കൂടിയിട്ട് കെട്ടിയാട്ടം തുടങ്ങി. പ്രത്യക്ഷമായിട്ട് കെട്ടിയാട്ടങ്ങൾ തുടങ്ങി. നിവേദ്യത്തോടു കൂടി ആരാധിച്ചു. പിന്നെ അത് കെട്ടിയാട്ടമായി മാറി. അതിൻ്റെ കാലഘട്ടം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മന്നനാർ രാജാവിൻ്റെ കാലഘട്ടത്തിന് മുൻപേ ആ ഒരു കാലഘട്ടത്തിലെ ഒരു അവസ്ഥയാണ്. എന്താ ഈ മന്നനാരെയൊക്കെ ഞങ്ങൾ നമ്മുടെ പട്ടവലേൻ്റെ അകത്ത് വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ചരിത്രപ്രസിദ്ധമായ ഇടയടത്തരമന, മൂത്തയിടത്തരമന, ഇങ്ങനെ ബ്രാഹ്മണന്മാരുടെ ഇടയിൽ പണ്ട് ഉള്ള വലിയ വലിയ സ്ഥലങ്ങളാണ് അതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴതുകൊണ്ട് ഒരു 100-100 വർഷം പഴക്കം എന്തൊക്കെയാണ് ആ ആരാധന സമ്പ്രദായത്തിനുണ്ട്. പക്ഷെ എന്തായാലും കുന്നത്തൂര് 2 മുത്തപ്പന്മാരെയും ഒപ്പരം കാണാൻ കഴിയില്ല. ശൈവവും വൈഷ്ണവും ഒപ്പരം കാണാൻ കഴിയില്ല. രണ്ടും രണ്ടായിട്ടാണ് കാണുക, 2 സമയങ്ങളിലായിട്ടാണ് കാണുക. മറ്റുള്ള കാവുകളിലൊക്കെ രണ്ടാളും ഒപ്പരം ഉണ്ടാവും. ഒപ്പരം ചേർന്നിട്ട് പള്ളിവേട്ട നായാട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തന്ത്രവിഭാഗവും മന്ത്രവിധാനത്തിലുള്ള കുറേ കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ കുന്നത്തൂർ അവരൊരാൾ മാത്രം, ഒരേ സമയത്ത് ഒരാൾ മാത്രം. എന്താ ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഒന്ന് ശിവനാണ്, ഒന്ന് വിഷ്ണുവാണ് ഞങ്ങളുടെ ആരാധനാ രീതിയിൽ. പിന്നെ മുത്തപ്പൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യാവതാര രൂപത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളൊരു മത്സ്യത്തിൻ്റെ ടൈലുമായിട്ട് തോന്നും. അപ്പോഴത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ മുടിയാണ്. മറ്റേ മുടിയാണെങ്കിൽ ഒരു സന്യാസിയുടെ മുടി. ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ അത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോർഗറ്റിൻ്റെ മേലോട്ട് നോക്കിയാൽ ഒരു ശിവലിംഗം മുളച്ച് വെച്ച ശിവലിംഗത്തിൻ്റെ കാഴ്ചയുണ്ടാവും. മാലയൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശിവലിംഗത്തിൻ്റെ കാഴ്ചയുണ്ടാവും. പിന്നെ വൈഷ്ണവത്തിനാണെങ്കിൽ കറുത്ത വലിയ താടി മീശയാണ്, കറുത്ത താടി മീശയാണ്. ശൈവത്തിലേക്കാവുമ്പോൾ വെള്ളത്താടിയായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കാണുന്ന കൂട്ടർക്ക് തിരിച്ചറിയാം. അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഏത് മുത്തപ്പനെയും നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും? ഇന്നത്തെ കാലത്ത് കൂടുതൽ കാണുന്നത് ശൈവതേജസ്സായ മുത്തപ്പനെയാണ്. വൈകുന്നേരം കാണുന്നത് അതെന്തുകൊണ്ടാണ്? ഒരുപാട് തന്ത്രബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു ഈശ്വരീയ കൽപ്പന ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ചാണത് യൂസ് ചെയ്തത്. അത് ശരിയത് കാട്ടാളനാണത്, തനിക്കാട്ടാള രൂപമാണ്. ശിവന്റെ കിരാതമൂർത്തി രൂപമാണ് മുത്തപ്പൻ. ഈ പറയുന്ന ശൈവതേജസ്
പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന ശിവൻ എന്നാണ് വിശ്വാസം. ആ കിരാതമൂർത്തി. ഇതിപ്പോൾ ഒരാൾക്ക് തന്നെ ഇത് രണ്ടും കെട്ടിയാടാൻ സാധിക്കുമോ? പണ്ട് കാലങ്ങളിൽ വൈകുന്നേരത്തെ മുത്തപ്പൻ ശൈവ തേജസ് കെട്ടുന്ന ആളാണ് പുലർച്ചെയുള്ള മുത്തപ്പൻ കെട്ടുന്നത്. പുലർച്ചെയുള്ള മുത്തപ്പനും കെട്ടുക. അപ്പോൾ ഒരാൾക്ക് തന്നെ 2 തേജസ്സും. ഈ 2 തേജസ്സിനെ ഉൾക്കൊള്ളുമ്പോൾ ഒരേപോലെയാണോ ചേട്ടൻ? അപ്പം രണ്ടും രണ്ടായിട്ട് തന്നെ ഉണ്ടാവും. അത് നമ്മൾ വ്രതശുദ്ധിയോടും അനുഷ്ഠാനങ്ങളോടും കൂടി ചെയ്തു വരുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. അതിന് കുറേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെതായ രീതികളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അനുഭവിക്കാൻ പറ്റും. നമുക്ക് താടിമിശ കിട്ടുന്നതിനെക്കാട്ടി മുമ്പായിട്ട് വൈഷ്ണവ ദേശത്തിൻ്റെ ഒരുപാട് കളികളുണ്ട്. അപ്പോൾ അവിടെ നമുക്കത് ഞങ്ങളുടെ അതൊക്കെ ഗൂഢവിദ്യകളാണ്. അവിടെ കോൺസെൻട്രേഷൻ ശരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണ് കെട്ടുമ്പോഴേക്കും നമുക്ക് അകക്കണ്ണ് കാണാൻ തുടങ്ങും. ചില തെയ്യങ്ങൾ കണ്ണ് കെട്ടുന്ന തെയ്യങ്ങളുണ്ട്, പോയി കണ്ണ് വെച്ചിട്ട്. അതെന്താന്ന് പറഞ്ഞാൽ അകക്കണ്ണ് കാണുന്നതാണ്. അത്രമാത്രം ഉപാസന തലങ്ങളിലും അത്രമാത്രം സൈദ്ധാന്തിക തലങ്ങളിലൊക്കെ പഠിച്ചറിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വളരെയധികം പ്രഭയുണ്ടാവും ഈശ്വരതയിൽ. ഇപ്പം എത്ര കാലമായി ചേട്ടൻ മുത്തപ്പൻ കെട്ടാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോഴേ മുത്തപ്പൻ കെട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴേ എന്തൊക്കെയായാലും 27 വർഷമായി. 27 വർഷമായി. ഏത് വയസ്സിലാണ് തുടങ്ങുന്നത്? ഞാൻ ശരിയിൽ PDCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെയ്യത്തിലേക്ക് വന്നത്. 18ാമത്തെ വയസ്സിൽ. പിന്നെ അവിടെ നിന്ന് ഒരു 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് മുത്തപ്പൻ കെട്ടാൻ തുടങ്ങി. പിന്നെ എനിക്ക് എൻ്റെ അച്ചാച്ചൻ തെയ്യം കെട്ടുന്നതായിരുന്നു. അച്ഛൻ മുത്തപ്പൻ കെട്ടുന്ന ആളാണ്. അമ്മേൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പൂർവികന്മാർ തേച്ചും നമ്മുടെ മദർ സൈഡും ഫാദർ സൈഡും തേച്ചും തെയ്യക്കാരായിരുന്നു. തേളിയാട്ട തറവാട്ട് തെയ്യത്തിലൊക്കെ പേരും പ്രശസ്തിയുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യത്തിൻ്റെ തനിമേൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമ്മൾ മുത്തപ്പനാകുന്ന സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് തോന്നാറുള്ളത്? ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നാറുണ്ട്. ഈ ജയാനന്ദനിൽ നിന്ന് മുത്തപ്പനിലേക്കുള്ള ദൂരം അത് എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, എല്ലാ സമയവും ആ ദൂരത്തിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ നമ്മൾ പോകുന്ന ദൂരം എന്താണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഈ ദൂരത്തേക്ക് ഞാൻ എപ്പോഴും കടന്നു പോകുന്ന എനിക്ക് തന്നെ അറിയുന്നില്ല. അത് സമൂഹത്തിൻ്റെ ഒരു ഭക്തിയുണ്ട്, സമൂഹ ഭക്തിയുണ്ട്. പിന്നെ വരുന്ന ഭക്തന്മാരുടെ ഒരു അകമൊഴിഞ്ഞ ഭക്തിയുണ്ട്. ഇപ്പോൾ ഒരു നിരീശ്വരവാദി എന്നെ പരീക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ചില സമയം എനിക്ക് സക്സസ് ആകാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഉൾക്കണ്ട വരും. ഏകാഗ്രതയോടുകൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമൂഹം തരുന്ന ഒരു വല്ലാതെ ഒരു നമുക്ക് ഈ തെയ്യത്തിന് അണിമറ അല്ലെങ്കിൽ ആ തെയ്യപ്പരിധി തന്നെ ഉണ്ട്. ഒരു കാവുകൾക്കാവുമ്പോൾ കാവിൻ്റെ ഒരു പരിധി ഉണ്ടാവും. ഈ പരിധി എപ്പോഴും വ്രതത്തോടും ശുദ്ധിയോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ടുള്ള ജനങ്ങളായിരിക്കും. അത് അവിടെ കിട്ടുന്നൊരു എനർജി വേറെ തന്നെയാണ്. ആ ഒരു എനർജി നമുക്ക് പുറമേ പോയി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കിട്ടില്ല. അത് പരിപാലിക്കുന്ന കുട്ടിയുടെ ഭക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. ഏത് ഭഗവാനാന്ന് ചേട്ടൻ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പൊതുവേ മുത്തപ്പ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോഴേ ചില മുത്തപ്പ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്ര പോലും ഉണ്ടാവില്ല. ക്ഷേത്രം എന്നൊന്നും വിളിക്കാൻ തന്നെ പറ്റില്ല. മടപ്പുരയായിരുന്നു. പണ്ട് ചില കാലങ്ങളിൽ ശിലനെ മാത്രം സങ്കല്പിച്ചുകൊണ്ട് ആരാധിച്ചതാണ്. ഞങ്ങളുടെ മുൻപേയുള്ള പെരളിമല ചിത്രപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു ഭക്തനായിട്ട് ഒരു 26ാമത്തെ വയസ്സിൽ ഞാൻ പെരളിമല കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ 26ാമത്തെ വയസ്സിൽ. ആ പെരളിമലക്ക് അന്ന് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു 2 പാറക്കല്ല, വേറെ ഒന്നുമില്ല. വർഷത്തിൽ ഒരിക്കലാണ് അവിടെ മുത്തപ്പൻ കെട്ടിയാട്. ആ പാറക്കല്ലാണ് അവിടുത്തെ പീഠബിംബം. അവിടെ മുകളിൽ ഒരു വലിയ കിണർ. ആ കിണറിൽ നിന്ന് നമുക്ക് എളുപ്പം കൈയിട്ടിട്ട് വെള്ളം എടുത്ത് കുടിക്കാം. അപ്പോൾ അവിടെ വെറും ശില മാത്രമാണ് ഉണ്ടായത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ വർഷത്തിലൊരിക്കലാണ് മുത്തപ്പൻ നടത്തിയത്. ഈ മുത്തപ്പൻ കെട്ടിയാടുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, ക്രമീകരണം ഉണ്ടാവില്ലേ, ചിട്ടകൾ ഉണ്ടാവില്ലേ, അതൊക്കെ പറഞ്ഞു തരാമോ? അത് നമ്മുടെ തലേന്ന് രാത്രി ഉപവാസം. പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. തലേന്ന് രാത്രി ഉപവാസം. പിറ്റേന്ന് നമ്മൾ പിന്നെ ഒരുപാട് ഖരപദാർത്ഥങ്ങളായിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ലൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ട് ഇപ്പോൾ കഞ്ഞി അങ്ങനെ എന്തെങ്കിലും. അത് കഞ്ഞി ഇപ്പോഴാണ് അന്നഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നെന്നും മുൻപേയുള്ള വിശ്വാസം. അപ്പോഴേ അങ്ങനെ എന്തെങ്കിലും പയറെന്തെങ്കിലും വേവിച്ചിട്ട്
അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുത്തപ്പൻ കാവുകളിലേക്കോ വീടുകളിലേക്കോ പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർ അന്നത്തെ ദിവസം അവിടെ തയ്യാറാക്കുന്ന ഭക്ഷണം നമുക്കായിട്ട് ഇങ്ങനെ പയറ് ലേശം പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. മുത്തപ്പൻ ഇപ്പം നിങ്ങൾ കഴിച്ച കടല, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് മമ്പയര ഉണ്ടാവുക. മമ്പയരും അന്നത്തെ കാലഘട്ടത്തിൽ കള്ളു കുടിക്കും, നാടൻ റാക്കുണ്ടാവും. അപ്പോൾ ഇതൊരു നല്ലൊരു എനർജി ആയിട്ടുള്ള ഫുഡായിരുന്നു. ആ നല്ല കള്ള്, ഒരു ഗ്ലാസ് കള്ള്, അത് ഒരുപാടല്ല, ലഹരിക്കല്ല, ശരീരത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിന് ഒരു ഗ്ലാസ് കള്ള്, കുറച്ച് നാടൻ റാക്ക്, ഈ പയറ്. അപ്പോൾ ഈ ഗ്യാസ്ട്രോ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊന്നും ഞങ്ങൾക്ക് വരുന്നില്ല. മിതമായ ആഹാരം അത് കഴിച്ചു. അത് പിന്നെ നമ്മൾ മുത്തപ്പനായി തീർന്നു. മുത്തപ്പനായി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമൃദ്ധമായിരിക്കുന്ന ഒരു ഊണ്, അതായത് കാലഘട്ടത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ കണ്ടല്ലോ, ഇപ്പം മലയിറക്കുക എന്ന് പറയുന്ന ചടങ്ങോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മലയിറക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനെ ആവാഹിച്ച് കൊണ്ടുവരുന്നതാണോ? അതെ, ഭഗവാനെ പിന്നെ ഞങ്ങൾ 2 സ്ഥലങ്ങളിലായിട്ടാണ് ആവാഹിക്കുന്ന ചടങ്ങ്. ഒന്ന് നമ്മൾ കുന്നത്തൂർപ്പാടിയിൽ നിന്നും, ഒന്ന് ഹരിചന്ദ്രക്കോട്ടയിൽ നിന്നും. നമ്മൾ പെരളിമലക്കുന്ന ആവാഹിച്ചു കൊണ്ടിരുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതെന്താണ്? മൂലമന്ത്രമാണ്. അതിൻ്റെ മൂലമന്ത്രമാണ്. അതിന് എല്ലാ ദൈവങ്ങളുടെയും വരവിളിയാണ്. അതിൻ്റെ പേര് വരവിളി എന്നാണ്. വിളിച്ചു വരുത്തുക. ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് അപ്പം ഉണ്ടാവുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇനി പണ്ടത്തെ ചടങ്ങ് പറയുകയാണെങ്കിൽ ഇനി കുളിക്കാൻ പോകണം. കുളിച്ച് വന്ന് അതിനുശേഷം പിന്നെ നമ്മൾ തേച്ച് കെട്ടാനെടുത്തു. നമ്മൾ നിങ്ങളുടെ ഭാഷ പറഞ്ഞ് ചുട്ടികുത്തുന്ന അതിന് തേച്ച് കെട്ടാനെടുത്തു. തേച്ച് കെട്ടി പിന്നെ മുത്തപ്പൻ ഇറങ്ങിയായി. മുത്തപ്പൻ്റെ വേഷം തികഞ്ഞ് മുത്തപ്പൻ ഇറങ്ങിയായി. പിന്നെ അതിനോട് വേഷം തികഞ്ഞിട്ടേ കാണുന്ന ആഭരണങ്ങളൊക്കെ കെട്ടി മുത്തപ്പൻ ഇറങ്ങിയായി. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ ചടങ്ങുകളാണ്. അതേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള താളക്രമമുണ്ട്. ആ താളക്രമം അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പണ്ടേ ഉണ്ട്. അത് ഇപ്പോഴും ഉള്ള താളക്രമങ്ങളല്ല. അതേ ഓരോ കലാശങ്ങൾ അതിലുണ്ട്. ഓരോ കലാശങ്ങൾക്കനുസരിച്ച് നൃത്തം വെച്ചു. പിന്നെ അതിൻ്റെ നടുക്കുന്ന അതിൻ്റെ ഒരു തോറ്റം ഉണ്ട്. ആദ്യത്തെ നൃത്തം കഴിഞ്ഞ് വന്നപ്പാടും ചെറിയൊരു തോറ്റം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നൃത്തം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭോജനം. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്തന്മാരുമായിട്ട് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. പിന്നെ അവസാനം കഴിയാം. ഈ ഭക്തരുമായിട്ട് ഇടപഴകുമ്പോൾ കൊടുക്കുന്ന മറുപടികളുണ്ടല്ലോ, അത് ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ആ ഒരു മറുപടിക്ക് എന്ന് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു കുട്ടിയെ, 2 പെൺകുട്ടികൾ ആത്മഹത്യ. അവർക്ക് അക്കാഡമിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. എനിക്ക് പറയാൻ പറ്റില്ല. മുത്തപ്പൻ്റെ ഒരു ടോപ്പ് സീക്രട്ടാണ്. അവരത് അനുഭവിച്ച് അക്കാഡമിക്കായിട്ട് ആ ഒരു ദുഃഖം അനുഭവിച്ചു. അവർ യമുന ഫോക്കസ് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ ഞാനവിടെ ഡൽഹിയിൽ മുത്തപ്പൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. പെട്ടെന്ന് അവരവിടത്തേക്ക് വന്നതാണ്. അവരുടെ വരവും ഏകദേശം നിങ്ങളെ പ്രായം ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വരവും അവരുടെ മുഖത്തുള്ള അവരുടെ ചേഷ്ടകളും കണ്ടേരം എവിടെയോ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. വെറുതെ കൂട്ടിപ്പിടിച്ചു, ഒന്ന് തട്ടി ചോദിച്ചു, ആശ്വാസവാക്ക് പറയുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞ് ഒരു വലിയ വിഷയമായിരുന്നു അതൊക്കെ. അവർ 2 ഇപ്പോഴെന്നെ വിളിക്കാറുണ്ട്. 2 ഇവിടെ ഇല്ല. മരണത്തിൽ നിന്നാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവരിപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഇത് നമുക്ക് സ്വയം തോന്നുന്നതാണ് ആ ഒരു സമയത്ത്? അതെ, ഒരു ഉൾവിളിയാണോ? ഒരുപാട്. അത് നമ്മുടെ ചിട്ടയായ ജീവിതം, നമ്മുടെ അർപ്പണ മനോഭാവം, ഇതിലൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 2 രീതിയിലുള്ള ആളുകൾ വരാം. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ അത്രയും വിശ്വാസത്തിന് പുറത്ത് വരുന്നവർ. ഇവരെങ്ങനെയാ മുത്തപ്പനായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് എല്ലാ ദിവസങ്ങളും എല്ലാ പവറുകളും ഒത്തുചേർന്നിട്ടില്ല. ഞാൻ തന്നെയാണ് മുത്തപ്പൻ കഴിക്കുന്നത്. ഇന്നും കഴിക്കുന്നത് ഞാൻ തന്നെയാണ്, നാളെയും കഴിക്കുന്നത് ഞാൻ തന്നെയാണ്, മറ്റന്നാളും കഴിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ നിന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുനർവായന നടത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപോലെ ഭംഗിയാക്കാൻ പറ്റില്ല. അപ്പോഴേ എല്ലാം കൊണ്ടും തികഞ്ഞ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് ഞാൻ സൂപ്പർ രാജാവാണ്. അത് ഇനിയിപ്പോൾ യുക്തിവാദി വന്നിട്ടുണ്ട്, അവനെയും ചില സമയം എനിക്ക് തിരുത്താൻ പറ്റും. യുക്തിവാദി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു യുക്തിവാദിയാണ് നല്ലൊരു വിശ്വാസി. യുക്തിവാദത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല.
യുക്തിവാദം വേണം, യുക്തിവാദിയാണ് നല്ലൊരു വിശ്വാസി വിശ്വാസിയാവും. എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. ഒരെണ്ണം നമുക്ക് വേണ്ടി പറയാൻ സാധിക്കുമോ? ഞാൻ മാനന്തേരി തെയ്യം കഴിക്കുന്നുണ്ട്. മാനന്തേരി വയനാട്ടുപോലെ എന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് അറിഞ്ഞത് അവിടെ ഒരുപാട് വിശ്വാസം ഇല്ലാതെ നിരീശ്വരവാദം ഏറ്റവും കൂടുതലൊരു ഗ്രാമമായിരുന്നു. അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഈ തെയ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണത്, വറക്കണ്ടി എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അപ്പോൾ കുറേ കഴിഞ്ഞു. അവിടെ 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും തെയ്യം കഴിഞ്ഞു. തെയ്യം കഴിഞ്ഞാലും ഈ തെയ്യത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മേലേരിയുണ്ട്, മേലേരിൻ്റെ അകത്ത് ബീറിൻ്റെ കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. മേലേരി എന്ന് പറഞ്ഞാൽ ഫയർ ഇങ്ങനെ തീ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള മേലേരി. അതിൻ്റെ അകത്ത് ബീറിൻ്റെ കുപ്പി പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം അവർ ആ ഒരു കൂട്ടം ആൾക്കാർ ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ അറിഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു പോറലും ഏൽക്കാതെ അവിടെ ഉണ്ടായ ആൾക്കാർ, തെയ്യം മാത്രമല്ല തെയ്യത്തിൻ്റെ കൂടെ വ്രത അനുഷ്ഠാനത്തിൽ നിന്ന് പല ആൾക്കാരുണ്ടായിരുന്നത്, അവരൊക്കെ ഇറങ്ങിയിട്ടും കയറിയിട്ടും ഒരു പോറലും ഏൽക്കാതെ ഞങ്ങൾ തെയ്യം വെച്ച് വന്നിട്ടുണ്ട്. വെച്ചവർക്കത് വലിയ രീതിയിലുള്ള ഒരു ആഘാതമായിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? ആ ഗ്രാമം ഇപ്പോഴേ ആ സമയത്ത് 80 വീടായിട്ടുള്ളൂ, ഇന്നിപ്പോൾ 160 വീടുകളോളായി. ആ ഗ്രാമം ആകെ മാറി. വിശ്വാസം ഉണ്ടായി എന്നല്ല, അവർ രാഷ്ട്രീയപരമായി മാറിയെന്നല്ല പറയുന്നത്. പക്ഷെ ആ ഗ്രാമത്തിൽ ഇപ്പോഴത് വലിയൊരു ആരാധനാമൂർത്തിയായി മാറി. ആ പരീക്ഷണം കൊണ്ട് അതിജീവിക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു കൃപയാണ്. ഇപ്പൊ നമ്മൾ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയൂലോ, വലിയ വിപ്ലവത്തിന്റെ നാടാണെന്ന് പറയും. മുത്തപ്പനും വിപ്ലവകാരിയാണെന്നാണ് പറഞ്ഞു വയ്ക്കുക. എന്നുവെച്ചാൽ വിശ്വാസം, ഇപ്പൊ ഭഗവാൻ എല്ലാവരും വിശ്വാസികളാകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വിശ്വാസമില്ലാത്തവർക്ക് പോലും മുത്തപ്പൻ അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിട്ട് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? മുത്തപ്പൻ ജനകീയമാണ്, ജനകീയമായ ഒരു ആരാധനയാണ് മുത്തപ്പൻ്റെത്. എന്നിട്ട് ഞാൻ പറയുന്നതിൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. കള്ളു കുടിക്കുക, മാംസാഹാരം കഴിക്കുക, നമ്മളൊന്നും കുളിച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി തൊഴുതിട്ട് വരാം. പിന്നെ മുത്തപ്പനാണെങ്കിൽ ഭക്തന്മാരിൽ നിന്ന്, നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയതാണെങ്കിൽ നമുക്ക് ഒരുപാട് സിസ്റ്റമുണ്ട്. അകന്ന് നിൽക്കേണ്ടടുത്ത് നമ്മൾ അകന്ന് നിൽക്കണം. നമുക്ക് എത്രമാത്രം ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് അതിനെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല. പക്ഷേ മുത്തപ്പന് നമുക്ക് ശരീരത്തോട് ചേർത്ത് പിടിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ഡൽഹിയിൽ അനുഭവം, അത് നമുക്ക് ശരീരത്തോട് ചേർത്ത് പിടിക്കാം. അത് എനിക്ക് കിട്ടുന്ന അതേ നിർവൃതിയാണ് ഭക്തന്മാർക്കും കിട്ടും. അപ്പോൾ ഇത് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കൂട്ടർക്ക് എപ്പോഴും അത് വലിയൊരു കാര്യമാണ്. അത് ഈ അനുഭവങ്ങൾ അനുഭവിച്ച കൂട്ടർ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞു മുത്തപ്പൻ്റെ ആരാധന ഇത്രമാത്രം ഇതായി. എന്തുകൊണ്ടാണ് മുത്തപ്പന് നായക്കുട്ടികളോട് ഇത്ര സ്നേഹം വരാൻ? ഈ നമ്മുടെ സങ്കല്പത്തിൽ, ഈ പള്ളിവേട്ട എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ നായാടിയിട്ടുള്ള ദേവനാണ്, നായാട്ട് ദേവനാണ്. അപ്പോൾ നായാട്ടിന് കൂട്ടെ വേട്ട നായ്ക്കളാണ് ഉണ്ടായത്. പിന്നെ ആരാധനാ സങ്കല്പത്തിൽ ഇതിൻ്റെ മൂർത്തിത്രയങ്ങളാണ്. ഇത് 2 വേർഷനിൽ കാണുന്നു. ഒന്ന് ആരാധനയിലേക്ക് പോകുമ്പോൾ അതിന് മൂർത്തിത്രയങ്ങളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ മൂർത്തികളാണ്. അല്ലാതെ അത് വളർത്തു നായായിട്ടല്ല, അത് മൂർത്തിയായിട്ടാണ്. അപ്പോൾ ഏത് മൂർത്തിയാണ് നമ്മൾ സങ്കല്പിക്കുക? അങ്ങനെ അത് ഞാൻ സീക്രട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ അത് അതിൻ്റെതായ ഇതിപ്പോൾ നിങ്ങൾ അടച്ചു പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. നമ്മളൊരു വീഡിയോ ചിത്രീകരിക്കാൻ നമുക്കത് പറയാൻ സാധിക്കും. നമുക്കത് നിങ്ങൾ കാശിയിലൊക്കെ പോകുന്നതാണ്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഈ മുത്തപ്പൻ കിട്ടുമ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ നൃത്തവുമായി സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രത്തിന് എത്രത്തോളം പങ്കുണ്ട്? നാട്യശാസ്ത്രത്തിന് ഓരോ കലാകാരനും അവൻ്റെ കഴിവിനനുസരിച്ച് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കകാലം മുതൽ അത് ഉണ്ടായിരുന്നു എന്നാണോ? തുടക്കകാലം മുതൽ അത് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ചിട്ട വേറെയാണ്. അന്നത്തെ പ്രാകൃതമായ ആരാധനകളാണ്, കൂടുതൽ പ്രാകൃതമായിട്ടുള്ള നടനങ്ങളും കാര്യങ്ങളുമായിരുന്നു കണ്ടത്. ഇന്നിപ്പോഴേ ഓരോ രീതികൾ, ഓരോ കലാകാരൻ്റെയും രീതികൾക്കനുസരിച്ച് മാറ്റപ്പെട്ടു. ഓരോ മുദ്രകൾ നമ്മൾ മുത്തപ്പനെ ശ്രദ്ധിക്കുമ്പോൾ കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രകളുണ്ട്. ഈ മുദ്രകൾ കാലക്രമേണ വന്നതാണോ? കാലക്രമേണ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പണ്ടത്തെ കളികളിൽ നിന്ന്, പണ്ടത്തെ നൃത്തങ്ങളിൽ നിന്ന് കാലക്രമേണ കുറേ മാറ്റങ്ങൾ ഇപ്പോഴത്തെ. ഇപ്പൊ ഈ തെയ്യത്തെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞു വെള്ളാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേരുകൾ, പെരിങ്കളിയാട്ടം, ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. ഈ വാക്കുകളിലേക്ക് അർത്ഥം അല്ലെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടോ? ഉണ്ട്. ഇപ്പോഴും നമ്മൾ വർഷം തോറുള്ള കളിയാട്ടം, അത് കളിയാട്ടം മാത്രമാണ്, ഒരു വർഷത്തിൽ നടക്കുന്ന കളിയാട്ടമാണ്. ഇനി ഒരു 3 വർഷത്തിലെ ഒരൊക്കെ ആണെങ്കിൽ അതിന് ഇടക്കളിയാട്ടം എന്നൊക്കെ പറയും. ഇടക്കളിയാട്ടം എന്ന് പറയും. നമ്മളൊരു 12 വർഷം 20 വർഷമൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതാണ്. ഇപ്പോൾ മുച്ചിലോട്ട് ഭഗവതി, അത് ഒരു 12 വർഷത്തിൽ ഒരിക്കലായിരുന്നു കളിയാട്ടം. അത് ഈ കണ്ണൂരല്ല, പയ്യന്നൂർ ഭാഗങ്ങളിലാണ് അത് കൂടുതലായിട്ടുണ്ടായത്. ഇനിയിപ്പം അപ്പുറം അങ്ങോട്ടേക്ക് നീലേശ്വരം വിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ വയനാട്ടിലും ദീപം കിട്ടും, മഹോത്സവമാണ്.
അപ്പോൾ അതാണെങ്കിൽ ഒരു 20 വർഷം 40 വർഷം അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ദൈവം കൊടുക്കുന്ന ചൂട്ട എപ്പോഴാണോ ദ്രവിക്കുന്നത് അന്നാണ് അവിടുത്തെ കളിയാട്ടം നടത്തുക. അത് ദ്രവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കൊടുക്കുക. അപ്പം അങ്ങനെ ഓരോ തെയ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നു അതിൻ്റെ കളിയാട്ടങ്ങൾ. പക്ഷേ ഈ കണ്ണൂർ നമുക്കിങ്ങനെ വളവട്ടണത്തിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വാർഷികമായിട്ടുള്ള കളിയാട്ടങ്ങളാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ള പെരുങ്കളിയാട്ടങ്ങളൊന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് കൂടുതലില്ല. അത് പയ്യന്നൂരിന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പെരുങ്കളിയാട്ടങ്ങളാണ് കൂടുതൽ. അവിടെ ഈ സാമ്പത്തികത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ട്. എല്ലാത്തിനും മെയിനായിട്ടുള്ള സാമ്പത്തികമാണ്. സാമ്പത്തികം ഇപ്പോഴേ മുത്തപ്പൻ്റെ ഏരിയയിൽ തന്നെ പോയാൽ ഉന്നത്തൂർപ്പാടിയ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണൂരിൽ കാണുന്ന പോലെ ദിവസം മുത്തപ്പനെ കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും സാമ്പത്തിക സ്ഥിതിയുള്ളൂ. ഭക്തി ഇല്ലാതുണ്ടല്ലോ. അവരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ്. നേരെ മറിച്ച് കണ്ണൂർ അങ്ങനെയല്ല. ഈ ഒരു 75-ന് ശേഷം ഇങ്ങോട്ടേക്കുള്ള ഗൾഫ് കടമയേറ്റത്തിന് ശേഷം ഗൾഫിലേക്ക് പോയിനോ മുത്തപ്പനുണ്ട്, വീടിനടുത്തിനോ മുത്തപ്പനുണ്ട്. അതാണ് ഇവിടെ വന്ന മാറ്റം, കാലം കൊണ്ട് വന്ന മാറ്റം. ഇപ്പൊ നമ്മള് രോഗശാന്തിക്ക് വേണ്ടി മുത്തപ്പനോട് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ആവശ്യങ്ങളാണ് ഭഗവാനോട് പറയാനുള്ളത്. എങ്ങനെയാണ് അത് ഫലം കാണുന്നത്? എങ്ങനെയാണ് അത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ സമൂഹ ഭക്തി എന്ന് പറഞ്ഞ ഒരു എന്തോ കാണാൻ പറ്റാത്ത ഒരു ശക്തി, സമൂഹ ഭക്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭക്തി, പിന്നെ നമ്മുടെ അർപ്പിതമായ മനസ്സ് എന്നെ നോക്കുന്നു. എനിക്ക് എൻ്റെ ഒരു ഇതിൽ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പൂത്തട്ടക്കാവ്, കണ്ണൂർ പൂത്തട്ടക്കാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. 7 വർഷം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ഞാനുണ്ടാവും. ഞാനെന്താ മറുപടി പറയാ? 7 വർഷം തുടർച്ചയായിട്ട് എൻ്റെ അനുഭവമാണ്. 7 വർഷം എന്നോട് ലാസ്റ്റ് ഞങ്ങൾ അവസാനം ഒരു കുത്തും വഴക്കും എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് തറവാട്ടിലെ കാരണവരാണ് ആ പൈസയായിട്ട് വരിക. ആ പൈസ പിടിച്ച് ഈ പൈസയൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുത്ത് അവസാനം അദ്ദേഹം ചോദിക്കുക, ഈ കാരണവർ ചോദിക്കുക, അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ലെന്ന്. അപ്പോൾ എന്താ പറയുക? ഉണ്ടാവും പറയണു. ലാസ്റ്റ് എന്തായി, അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞു. 4 വർഷം മുമ്പേ രാമേന്ദ്രൻ മാമൻ മരിച്ചു. അപ്പോൾ അതിൻ്റെ തലേത്ത വർഷം അവിടെ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ടായിട്ട് എനിക്ക് അവിടെ തെയ്യം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ രക്ഷപ്പെട്ടു, അതാണ് ഞാൻ ഒരു നിമിത്തമാവാം. പക്ഷെ പിറ്റേ വർഷം ഞാൻ തന്നെ പോണ്ടി വന്നു. ഇങ്ങനെ അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പേഷ്യൻസുകളുണ്ട്. ഇന്നലെ കളരി വാദിക്കുന്ന പോലും ഒരു പേഷ്യൻറ്റിനെ കണ്ട് വെറുതെ ഇങ്ങനെ അവിടെ തിരുമുടി കാണാൻ പോയതാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് ഇവിടെയാണ് അവർക്ക് ക്യാൻസർ ഉള്ളത്. അപ്പോൾ അവർ ആശ്വസിപ്പിച്ചിട്ട് വരികയായത്. അതായത് വിശ്വാസം അത്രമാത്രമാണ്. ഇപ്പം നമ്മൾ പറയുന്നൊരു വാക്ക് കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരാളുടെ ലൈഫ് മാറാം, കുട്ടികളുടെ കാര്യം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആളുകളോട് പറയുമ്പോൾ പിന്നീട് അവർ കാണുമ്പോൾ വന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ജയൻ എന്ന് പറഞ്ഞ ജയാനന്ദൻ എന്ന് പറഞ്ഞൊരു തെയ്യക്കാരൻ വിജയിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ തെയ്യം നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ആളുകളുണ്ടോ? ഒരുപാടാണ്. അതുപോലെ തന്നെ എനിക്ക് മടുപ്പും വരുന്നുണ്ട്. പലതും നല്ലത് ചെയ്തിട്ടും പിന്നെ ചില സമയത്ത് അവർ നമ്മളെ കാണുമ്പോൾ അത് എൻ്റെ ഒരു ഈഗോ ആയിരിക്കാം. 100% എൻ്റെ ഈഗോ അടങ്ങിയില്ല. അപ്പോൾ അവരെ നമ്മളെ തിരസ്കരിച്ച് പോകുമ്പോൾ ചില സമയം സങ്കടം തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ മുത്തപ്പൻ കെട്ടിയാടാൻ തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങളുണ്ടോ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും? ഞാൻ ആദ്യം നമ്മളെന്താ പറയേണ്ടത്, നല്ല മോഡലായിട്ട് നടക്കുന്നൊരു കുട്ടിയായിരുന്നു. കോളേജ്, അതിനുശേഷമുള്ള ജീവിതം അടിച്ചു പൊളിച്ച് നടന്നൊരു സിനിമ എന്താണോ അതേമാതിരി ഒരു സ്വപ്നജീവിയായിട്ട് നടന്ന ഒരാളായിരുന്നു ഞാൻ. അവിടുന്ന് പിന്നെ കുറച്ച് ആ സമയത്ത് ഇടതുപക്ഷ ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനേയും യുക്തിയോടുകൂടി ഏതിനെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ചില അനുഭവങ്ങളുണ്ടായി. വായനയിലേക്ക് വന്നു, വായനയിൽ നിന്ന് ഉപാസനയിലേക്ക് വന്നു. ഉപാസനയിലേക്ക് വന്നതിന് ശേഷം സത്യത്തെ തേടിയിട്ടുള്ള നടത്തം തുടങ്ങി. പിന്നെ അത് ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ട് മാറാൻ തുടങ്ങിയതിന് ശേഷം ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തുടങ്ങി. പിന്നെ അതൊരു ഉപാസനയുടെ ലോകമായി മാറി. തിരിച്ചു പോകാൻ പറ്റില്ല എന്നുണ്ട്. ഇനി അതിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എൻ്റെ മനസ്സും ശരീരവും അതായി മാറി. അപ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു ചിട്ടയായ ജീവിതമാണ്. ആ ഒരു ചിട്ട തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാന്ന് പറയും. നമ്മൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള, ഇപ്പോൾ ഒരുപാട് പേര് സങ്കടം വന്ന് പറയുമ്പോൾ ഈ സങ്കടമൊക്കെ കേൾക്കുന്നത് ഒരാളാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്.
അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞ ഉപാസന. നമുക്കൊരു ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാലും ഞാൻ ചില സമയം വീട്ടിൽ പോകുന്നതിനെക്കാട്ടി മുമ്പേ എൻ്റെ ഉപാസനാമൂർത്തിൻ്റെ അടുത്ത് പോയി, അത് രാത്രിയാണെന്നില്ല, പകലാണെന്നില്ല, നട്ടുച്ചയാണെന്നില്ല, നട്ടപ്പാതിരിയാണെന്നില്ല, ഞാൻ പോയിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് ഒന്ന് കരയേണ്ട വിഷയമാണെങ്കിൽ ഒന്ന് കരഞ്ഞ്, ചിരിക്കേണ്ട വിഷയമാണെങ്കിൽ ഒന്ന് ചിരിച്ചു. അതിനുശേഷം വീട്ടിൽ പോയാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ അപബോധ മനസ്സിലിത് വല്ലാതെ ബുദ്ധിമുട്ടും, ശരീരത്തിന് ഹീറ്റ് കൂടും, ഭാര്യ ചില സമയം മാറും, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഫാമിലി സപ്പോർട്ട് വേണം? ഫാമിലി സപ്പോർട്ട് നല്ലോണം വേണം, 100% വേണം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ഇന്നിപ്പോഴേ ഒരു 10 മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നാളെ 12 മണിക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ തളർന്നിട്ടാണ് പോകുന്നുണ്ടാവുക. നമ്മളെ മനസ്സിലാക്കി ജീവിക്കുന്ന കൂട്ടരായിരിക്കണം നമ്മുടെ ഫാമിലി. അപ്പോൾ ജയാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരാണ് മുത്തപ്പൻ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പറയുക? രക്ഷകൻ എന്ന് പറയും ഞാൻ. എല്ലാമാണ്. എങ്ങനെ രക്ഷിച്ചു എന്ന് പറയും? രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് ഇന്ന് കാണുന്ന എല്ലാ ഐശ്വര്യങ്ങളും, ഇന്ന് കാണുന്ന നന്മയാലും ശരി തിന്മയാലും ശരി, ഇതൊക്കെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതിന് ഒരു കാരണം മുത്തപ്പൻ, എൻ്റെ ആരാധന മുത്തപ്പൻ. ഈ പൊതുവെ മുത്തപ്പനെ കാണാൻ അല്ലെങ്കിൽ തെയ്യം കാണാൻ വരുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടോ? അവിടെ ജയാനന്ദനാണോ അതോ കെട്ടിയാടുന്ന ദൈവമായിട്ട് മാറുകയാണോ? നമ്മുടെ രൂപം തികഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണാടി നോക്കി രൂപം തികഞ്ഞാൽ ആ ദേവനെ കണ്ടു, ആ ദേവനായി മാറുന്നു. ആ ദേവൻ്റെ ക്യാരക്ടർ മുഴുവനായിട്ട് ഉൾക്കൊള്ളുക. അത് നമ്മളിപ്പോൾ ഓരോ നടനത്തിലും ഓരോ ക്യാരക്ടറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചിട്ടയായ താളക്രമമുണ്ട്. ആ ചിട്ടയായ താളക്രമത്തിൽ അതിൻ്റെ ബാല്യാവസ്ഥ ഉണ്ടാവാം, അതിൻ്റെ നമ്മൾ പറയില്ലേ എന്താണ് കൗമാരാവസ്ഥ ഉണ്ടാവാം, വാർദ്ധക്യാവസ്ഥ ഉണ്ടാവാം. പിന്നെ ഓരോ ആ കഥയുടെ ആ തെയ്യത്തിൻ്റെ കഥ, അത് ഓരോ തെയ്യത്തിനും ഓരോ കഥകളുണ്ട്. ആ കഥക്കനുസരിച്ചുള്ള സിറ്റുവേഷൻസ് അതിലുണ്ട്. അതിൻ്റെ അവതരണവും അതിവിടെ കണ്ണ് പൊട്ടിയ സമയമുണ്ട്, കണ്ണ് കണ്ട സമയമുണ്ട്, മുത്തപ്പൻ പള്ളിവേട്ടയ്ക്ക് പോകുന്ന സമയമുണ്ട്, മാന്യ കിട്ടുന്ന സമയമുണ്ട്. ഇതൊക്കെ നമ്മൾ പള്ളിവേട്ടയ്ക്കാണ് പോകുന്നു, മാന്യാണ് ഇത് കൊള്ളേണ്ടത്. അതേസമയം തന്നെ പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ താന്ത്രിക ശാസ്ത്രപ്രകാരമുള്ള ചിന്തകൾ അത് വേറെ വേണം. ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഈ ചെണ്ട താളം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശബ്ദപ്രപഞ്ചമാണ്. അവിടെ താന്ത്രികമായിരിക്കും ഒരു പ്രപഞ്ചം മേലെ ഫോം ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത്. അവിടെ നിങ്ങൾ അന്യത അബദ്ധ താളങ്ങളൊന്നും വരാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതുകൊണ്ടാണ് തേക്കാവുകളിൽ കൂടുതൽ അടികൾ ഉണ്ടാകുന്നത്. അടികൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അടികൾ ഉണ്ടാവാൻ തമ്മിൽ സംഘർഷങ്ങൾ ആവുകളിൽ ഉണ്ടാകും. അപ്പോൾ മറുപടി കിട്ടും എന്നുള്ളതാണ്. ഉത്സവ ബലിക്കൊക്കെ നമ്മുടെ അമ്പലങ്ങളിലായാലും ഉത്സവ ബലി ഇതുപോലെയുള്ള ബലി തൂങ്ങുന്ന സമയങ്ങളിലൊക്കെ അബദ്ധമായിട്ടുള്ള താളങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ ദോഷമുണ്ടാവും. താളങ്ങൾ മാത്രമല്ല, അവിടെ കമ്മിറ്റിക്കാർ ഒച്ചപ്പാടാക്കിയാൽ, ഭക്തജനങ്ങൾ ഒച്ചപ്പാടാക്കിയാൽ അതിൻ്റെ സ്വാത്വികമായ ലയനാവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. പ്രപഞ്ചത്തിൻ്റെ സാത്വികതയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കണ്ടുവല്ലോ, ഇപ്പോൾ ഇവിടെ ഗണപതി കൈയിലേക്ക് മാറിയ കണ്ടില്ലേ, ഗണപതി കൈ കൊട്ടി അതേമാതിരി ആ കൊട്ടിമാറിയ ഒരു ഇത് കണ്ടില്ലേ, ഇതേമാതിരി ആ സ്വാത്വികതയിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾക്ക് ശ്രുതിക്ക് നല്ലതാ ചട്ടപ്പടം കുട്ടിയിട്ടുള്ളത് കേൾക്കാൻ നല്ല സുഖം. പക്ഷെ അതായത് തെയ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഭേദമാണ്. അപ്പോൾ ഈ ഓരോ തെയ്യങ്ങൾക്കനുസരിച്ച് താളങ്ങൾ മാറും. ആ ഭാവത്തിനനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം ഗുളികൻ വരുമ്പോഴുള്ള താളം കേൾക്കാം, ഭഗവതി വരുമ്പോഴുള്ള താളം കേൾക്കാം, മുത്തപ്പൻ വരുമ്പോഴുള്ള താളം കേൾക്കാം. മൂന്നായിട്ട് തന്നെ കേൾക്കാം നിങ്ങൾക്ക്. അതിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിലും ആ താളങ്ങളിലും മാറ്റമുണ്ടാവും. ഒരുപാടുണ്ട്. അത് അത്രമാത്രം ഒന്നും അറിവില്ല, പക്ഷേ ഈ ശബ്ദശാസ്ത്രം ഒരുപാടുണ്ട്. ഇപ്പം ഈ ഇപ്പം നേരത്തെ പറഞ്ഞു ഗുളികനും ഭഗവതിയും മുത്തപ്പനും കൂടി വരുമ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു സംഗമത്തെ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക? അതൊരു മൂർത്തി സംഗമമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജാവ്, മന്ത്രി, പ്രജകള്, ഇതൊക്കെ ഒരു ചേർന്നിട്ടുള്ള ഒരു അവസ്ഥ. അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ആരൊക്കെയാണോ അവിടെ, അപ്പൊ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതുണ്ടായിരിക്കും. അതെന്തായാലും ഉണ്ടാവും. അത് വലുത് ചെറുതെന്നല്ല നമ്മൾ കോലക്കാർ മനസ്സിൽ ധരിക്കുന്നത്. മൂർത്തികളാണ്. നമുക്കൊരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ നിന്നിട്ട് നമ്മൾ അതിനെ കണ്ടിരിക്കണം. ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട തെയ്യായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അവിടെ അതിന് ശേഷം വരും തെയ്യാണ്. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് നമ്മുടെ ധർമ്മമാണ്. ഇപ്പോൾ വയനാട്ട് കുലവൻ എന്ന് പറയുന്ന തെയ്യാണ് ചേട്ടൻ കെട്ടാറുള്ളത് കൂടുതലായിട്ട്. വയനാട്ട് കുലവൻ ഇപ്പോൾ കണ്ണൂരിൽ ഞാൻ തന്നെ. നമുക്ക് അത്രത്തോളം ഫെമിലിയർ അല്ല ആ പേര്. എന്താണ് ഈ വയനാട്ട് കുലവൻ്റെ കഥ? എങ്ങനെയാണ്?
വയനാട്ടൂൽ എന്ന് പറഞ്ഞാൽ ആദി തീയനാണ്, തീയ സമുദായത്തിലെ ആദി തീയൻ എന്നാണ് വയനാട്ടൂലിനെ പറ്റി പറയുന്നത്. ശിവൻ പിന്നെ ഈ പനയുടെ മുരടിലുണ്ടായിരുന്ന മദ്യം കുടിച്ചിട്ട് മസ്തവിലാസ കൂത്താടുമ്പോൾ പാർവതി സഹിക്ക വയ്യാതെ ഈ മദ്യം മുകളിലേക്ക് തടകി കയറ്റിയതിന് ശേഷം ഈ മദ്യം എടുക്കാനായിട്ട് തുടക്കടിച്ചിട്ട് അടിയിൽ നിന്ന് ഊർജത്തിൻ്റെ താടനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പുത്രനാണ് വയനാട്ടുകാരൻ ദിവ്യൻ എന്ന് പറയും. അത് അടിയിലുണ്ടായ കുട്ടിയാണ്. ഊർജത്തിൻ്റെ ഇടത്തെ തുടക്കടിച്ചിട്ടുണ്ടാക്കിയ കുട്ടിയാണ്. അത് ഊർജത്തിൻ്റെ താടനത്തിലുണ്ടായ കുട്ടിയാണ്. ഊരുന്നതാണ് ഉത്ഭവം. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ കുട്ടിയാണ് വയനാട്ടുകാരൻ. അപ്പോൾ അവന് ഗതി പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുകളിൽ കയറുക, എന്നിട്ട് ഈ ഇന്നത്തെ ഏറ്റിൻ്റെ എല്ലാ ഇതും പറഞ്ഞു കൊടുത്തിട്ട് മേലെ നിന്ന് മദ്യം എടുത്തിട്ട് കൈലാസത്തിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ കഥയാണ്, ദൈവത്തിൻ്റെ കഥയാണ്. അപ്പോൾ അങ്ങനെ കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ശിവൻ്റെ പതിവായിട്ട് മദ്യപാനം വന്നപ്പോൾ ഇവിടെ നല്ലൊരു ഗൃഹസ്ഥാശ്രമം കാണാൻ നമുക്ക് ഗൃഹസ്ഥമായിട്ട്. അപ്പോൾ ആ സമയത്ത് പാർവതി വീണ്ടും ഒരു ചതിവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേഷം മാറി നിറഗർഭിണിയായിട്ട് പോയിട്ട് ദിവ്യനോട് മദ്യത്തെ യാചിക്കുകയും മദ്യം വാങ്ങിക്കുകയും എന്നിട്ട് അതിൽ ഈ വെള്ളം ചേർത്തിട്ട് അളവ് തുല്യാക്കി പർണശാലയിലേക്ക് കൊണ്ടുപോകാൻ പറയും. അപ്പോൾ അവിടെ വെച്ച് പാർവതി പറയും ഇത് ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ സംഭവം ശരിയാണ്, ദിവ്യനെ ഭസ്മീകരിക്കും. ഇവിടെ ദിവ്യം ഭസ്മമായി മാറുന്ന സമയത്ത് പഞ്ചാക്ഷരി ഉരുക്കഴിക്കുന്നതുകൊണ്ട് ശിവന് വീണ്ടും വിചാരം വന്ന് ചിന്തിക്കുമ്പോൾ പാർവതിയുടെ മായകളൊക്കെ മനസ്സിലാവുന്നു. അപ്പോൾ ശിവലോകത്ത് നിന്ന് ശിവൻ്റെ പൂർണ്ണാനുഗ്രഹത്തിൽ ഭൂലോകത്തിലേക്ക് അയച്ചൊരു പുത്രനാണ് വയനാട്ടിൽ. ശിവൻ്റെ പൂർണ്ണാനുഗ്രഹത്തിൽ ശിവനായിട്ട് തന്നെ. അപ്പോൾ അത് ആ തെയ്യം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതകൾ, അതിന് മുടിക്കുള്ള പ്രത്യേകതകൾ എങ്ങനെയാണ്? അതിൻ്റെ മുടിക്ക് 11 ഏകാദശ രുദ്രന്മാരായിട്ട് 11 കലകളായി. ജടയ്ക്ക് അതിനാണ് ഈ 10 കൊത്തി 11 കല വിളിപ്പിച്ചു. അതിന് തന്ത്രശാസ്ത്രം അതാണ്, ഏകാദശ രുദ്രം അതാണ് അതിൻ്റെ തന്ത്രം. ഇപ്പം മുത്തപ്പൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ചുട്ടി കുത്തുക എന്ന് പറയുന്നത്, അതിൽ മുത്തപ്പൻ്റെ ക്യാരക്ടർ ഉണ്ടായിരിക്കും? ഉണ്ടാവും. പാശുപതാസ്ത്രം ഇപ്പം മുത്തപ്പൻ ഇപ്പോഴേ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അത് അർജുനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അർജുനൻ്റെ അസ്ത്രങ്ങൾ തറച്ച അടയാളങ്ങളാണ്. അതാണ് ഒരു വെള്ള കളറിൽ ഉണ്ടാകുന്ന കുത്തുകൾ അല്ലേ? അത് മുഴുവനായിട്ട് അർജുനൻ്റെ അസ്ത്രങ്ങൾ തറച്ച പാടുകൾ എന്നാണ് പറയപ്പെടുന്നത് ശൈവമൂർത്തിക്ക്. എന്താണ് ഇത് കാണാനെത്തുന്നത്? ഇപ്പം നമുക്കറിയാം തെയ്യങ്ങൾക്കാണെങ്കിലും മുത്തപ്പനാണെങ്കിലും ഒക്കെ ഒരുപാട് പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നപ്പോൾ തന്നെ വലിയൊരു ആളുകൾ അതിനോട് ആകൃഷ്ടരായി കാണാൻ വരുന്നവരുണ്ട്, അതിന് വീഡിയോ പകർത്താൻ വേണ്ടി വരുന്നവരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? തനത് ആരാധന നിലനിർത്തുവാൻ പരമാവധി സഹകരിക്കുക എന്നുള്ളതാണ്. സഹിക്കുക തനത് ആരാധന നിലനിർത്താൻ പരമാവധി തനതിനെ മാത്രം ഉൾക്കൊള്ളുക, തനത് ശൈലി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ഇന്നത്തെ തലമുറയിൽ ഇപ്പോഴേ കണ്ടാറിയാളൻ ഇപ്പോഴൊക്കെ കെട്ടിയിട്ടുള്ള വിഷയങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ വലിയ വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ അതൊരു തീ കണ്ടിട്ട് ഓടുന്ന തീയാണ്. തീയിൽ വെച്ച് അഭ്യാസ പ്രകടനം ചെയ്യുന്ന തീയല്ല. തീയിൻ്റെ അകത്ത് മരിച്ചുപോയൊരു തീയാണ്. അപ്പോൾ ആ തീയെ മാത്രം നോക്കിയിട്ട് തീക്ക് വട്ടം വരച്ച് കളിക്കേണ്ട ഒരു തീയാണ്. അല്ലാതെ ഈ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു തനിമയുണ്ട്. ആ തനിമയിൽ ആ തെയ്യം കഴിക്കുക. എല്ലാ തെയ്യങ്ങളും നമുക്കെപ്പോഴും എവിടെയാണെങ്കിലും എവിടെയായാലും തെയ്യക്കാവുകൾ തെയ്യത്തിൻ്റെതായ ചിട്ടകളും തനിമയുണ്ട്. ഇപ്പോഴും ഞാൻ കിട്ടുന്ന തെയ്യം അത് എല്ലാ തെയ്യത്തിനും മേലെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കളിക്കാൻ പാടില്ല. ഇതിനൊരു ശാസ്ത്രം സത്യങ്ങൾ ആ ഒരു സമയത്തേക്ക് ആ ഒരു ഈഗോ എല്ലാവരും മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊന്നും ഈഗോ മാറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ തെയ്യ ലോകത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അതിലെന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഒരുപാട് അപകടങ്ങളുണ്ടാവും. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വിഷയം കാലം കൊണ്ട് വാങ്ങിച്ചു വെക്കേണ്ടി വരും. നമ്മൾ പറയില്ല എല്ലാത്തിനും കർമ്മഫലം. നമ്മളത് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളത് ബാധിക്കാന്നാണോ? എങ്ങനെ ബാധിക്കും? അത് ഫാമിലിയിൽ ബാധിക്കാം. നമ്മൾ സത്യത്തിൽ നിന്ന് മാറി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴേ എങ്ങനെയാണോ സമൂഹം അനുഭവിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പല ആൾക്കാരും അനുഭവിക്കാതെയും ജീവിക്കുന്നുണ്ടാവും. അത് അവരുടെ നല്ല സമയമാണ്. നല്ല സമയം ഇവിടെയൊക്കെ ആവട്ടെ. പക്ഷെ അവരുടെ കുട്ടികളിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറയിലേക്ക് എത്തുമ്പോഴോ അതെങ്ങനെ ഇല്ലാതാവുന്നു, വിസ്മൃതിയിലേക്കാവുന്നു. അവരനുഭവിക്കുന്ന സുസ്ഥിരതയില്ലാതൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അത് ഇനി വല്ലാതെ കാണുന്നൊരു ആളാണ് ഞാൻ. ഇതിൻ്റെയൊക്കെ ഒരു ഭാവി എങ്ങനെയായിരിക്കുന്ന?
എന്തൊക്കെയാലും കുറച്ചും കൂടി ഒരു 5-10 വർഷം കൂടി ഇങ്ങനെ പോകും. പിന്നെ എന്ത് ത്യാഗമില്ലാതെ ആരാധനകളൊന്നും പിടിച്ചു വെക്കില്ല. ത്യാഗം ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ത്യാഗമില്ലാതെ ഒരു ആരാധന ഇപ്പോഴും ഭംഗിയും എന്താ പറയണ്ട അതിഭയങ്കരമായ കാഴ്ചകളും ഭംഗിയും ഇത് കണ്ടിട്ടാണ്, സാഹസമൊക്കെ കണ്ടിട്ടാണ് ജനങ്ങൾ വരുന്നത്. ഈ കാഴ്ചയ്ക്കപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഉണ്ട് എന്നുള്ളതാണ്. സത്യമുണ്ട്. ആ ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം. ഓരോ കൊലധാരി, ഓരോ ക്ഷേത്രക്കാരും, ഓരോ സമൂഹത്തിൻ്റെ ത്യാഗമുണ്ട് ഇന്നത്തെ തെയ്യത്തിൽ. ഒരു തെയ്യം നേരാമണ്ണം ഒരു കളിയാട്ടം നടക്കണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുടെ ഒരു 3 മാസത്തെ ത്യാഗങ്ങൾ ഉണ്ടാകും. അത് അടിച്ചു വാരുന്ന മുതൽ ഏറ്റവും ടോപ്പ് അകത്ത് കയറി പൂജ വരെ ഒരുപാട് ത്യാഗങ്ങളുണ്ടാകും. ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളും നിഷ്ഠകളും ത്യാഗങ്ങളും ഉണ്ടാകും. ഒരു തെയ്യക്കാരൻ മാത്രമല്ല തെയ്യത്തില്ലായി. ഇപ്പോൾ ഈ തെയ്യത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുക്കുമ്പോഴും മുത്തപ്പനെ എടുക്കുമ്പോഴും എല്ലാം നമുക്ക് ഭയങ്കര റിലേറ്റബിളായി തോന്നാറുണ്ട്. നമ്മളിൽ ഒരാൾ എന്ന് വെച്ചാൽ അമാനുഷികമാണെന്ന് നമുക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല ചില സന്ദർഭങ്ങളിൽ. അത് തന്നെയല്ലേ ഇത് ആളുകളിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണം? അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജലപാനമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ നിത്യനൈമിത്തികമായ ഒരു ക്രിയാദികളും. ഇപ്പോഴും ഞാൻ തന്നെ 24 മണിക്കൂർ തെയ്യായി നിന്ന സന്ദർഭമുണ്ട്. ഫുള്ളായിട്ട് 24 മണിക്കൂർ. മേപ്പാട് വയനാട്ടുകുളം ക്ഷേത്രത്തിൽ ഞാൻ 4 മണിക്ക് ആരംഭിച്ചിട്ട് തെയ്യമായിട്ട് ഇറങ്ങിയിട്ട് പിറ്റേന്ന് 5:10 മുടി കഴിച്ചിട്ടുണ്ട്. എങ്ങനെയാ അത്ര നേരം നിൽക്കാൻ പറ്റിയ? അതാണ് നിങ്ങൾ പറഞ്ഞ ത്യാഗം. അവിടെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു എനർജി അത് കഴിഞ്ഞാലുണ്ടാവും ഇല്ല. അപ്പം എന്താ ചെയ്യുക? ആ ഒരു ഉറക്കത്ത് നമ്മളങ്ങ് ശരിയായിക്കോളും. വീട്ടിൽ പോയി ആ ഒരു ഉറക്കം, കുളിച്ചിട്ടൊരു ഉറക്കമുണ്ട്. ആ ഒരു ഉറക്കത്ത് ആ ദേവൻ നമ്മളെ ശരിയായിക്കോളും. അത് ഏത് ദേവനായാലും ശരി. പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ആ ഒരു പാരമ്പര്യ അനുഗ്രഹങ്ങളും ആ ഉപാസനാമൂർത്തിയും നമ്മളെ കൈവിട്ടല്ല. ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥയില്ല, കൈവിട്ട അവസ്ഥയില്ല. ഭഗവാൻ എന്തെങ്കിലും നിമിത്തങ്ങൾ കാണിച്ചു തരാം? ഒരുപാട്, എല്ലാത്തിനും നിമിത്തം ഉണ്ടാവും. ഒരു കോലക്കാരന് അവനെ ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ എപ്പോഴാണോ അതിനെ ഉപാസന ചെയ്യാൻ തുടങ്ങുന്നത് ആ സമയം മുതൽ അതിൻ്റെതായ നിമിത്തങ്ങളുണ്ടാവും, നിമിത്തശാസ്ത്രം ഉണ്ടാവും. എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാനുണ്ടാകും? ഞാനിപ്പോഴേ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ മുത്തപ്പൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ നിമിത്തം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ മലയിറക്കുന്ന സമയത്ത് ഞാൻ അകത്തേക്ക് നോക്കുമ്പോൾ മടയൻ പീഠത്തിലിട്ടൊരു പുഷ്പം കിണ്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പണ്ട് കാലങ്ങളിൽ ആരെങ്കിലും കിണറിൽ വീണ് മരിച്ചോ, അല്ലെങ്കിൽ ജലഹത്യ ഉണ്ടായോ, അങ്ങനെ അതിനോടനുബന്ധിച്ച് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടായി? 2 ആൾക്കാർ അങ്ങനെ മരിച്ചു. എന്താണ് അപ്പോൾ അത് സൂക്ഷ്മമായ തലങ്ങളിൽ എന്തായിരുന്നു, അത് എവിടെയൊക്കെ സംഭവിക്കുന്നു അറിയില്ല. അതൊക്കെ കാണാനുള്ളൊരു കണ്ണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയൂലേ, ഈ കാവുകളൊന്നും കൃത്യമായി സംരക്ഷിക്കപ്പെടാത്ത ഇടങ്ങളുണ്ട്. അവിടെ പോകുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി കിട്ടാറുണ്ട്. ഉണ്ടാവും. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ അന്നേരം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്കൊരു കോപം, അറിയാതെ ചില സമയം കോപം വരും. നമ്മളിപ്പോഴും നല്ല ശീലങ്ങളൊക്കെ കണ്ട് നല്ല ശീലങ്ങളിൽ മാത്രം സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ അതിപ്രസരം കാണുമ്പോൾ ഒരു വൈരാഗ്യം വരും. ഇന്ന് ശരീരം അതുമായിട്ട് പൊരുത്തമില്ലാത്ത അവസ്ഥ വരും. മനസ്സും ശരീരം പൊരുത്തപ്പെട്ടു പോകില്ല. അപ്പോൾ നമ്മൾ ഡബിൾ പ്രഷർ എടുക്കേണ്ടി വരും. ഇപ്പം ഞങ്ങളൊക്കെ തെയ്യം കാണുകയും മുത്തപ്പൻ കാണുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ആത്മീയതയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ആ കോലം കിട്ടുന്ന വ്യക്തിക്ക് അത് ഈ എന്താ പറയുക, ആ ഒരു ആത്മീയതയിലുപരി അല്ലെങ്കിൽ അതിനും പുറമെ എന്താണ് ഒരു അവസ്ഥ, ശാരീരികമായിട്ട് നോർമലി ഒരു മനുഷ്യനായിട്ട് പറയുകയാണെങ്കിൽ, അതിന് ദൈവികത മാറ്റി വയ്ക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുന്നതാണെങ്കിൽ ഒരു തൊഴിൽ സംസ്കാരമായിട്ട് മാറും. ദൈവികത മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല തൊഴിൽ സംസ്കാരമാണ്, നല്ല സാമ്പത്തിക ആദായമുള്ള സംസ്കാരമാണ്. ഇപ്പോൾ മുത്തപ്പനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല സാമ്പത്തികമാണ്, നല്ല തൊഴിലാണ്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് കൂടുതൽ എന്ന് പറയേണ്ടി വരും. ഞാനൊരു തെയ്യക്കാരനെ കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളത് അവലോകനം ചെയ്ത് കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നമുക്കൊപ്പം ചിലവഴിച്ചതിന്, ഇത്രയും അറിവുകൾ പങ്കുവച്ചതിന്. എനിക്ക് തോന്നുന്നു
എല്ലാവർക്കും പുറമേയുള്ള ചിത്രങ്ങളാണ് കൂടുതൽ അറിയുക. ഇതിന് ഉള്ളിലേക്ക് കടന്ന് അറിയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കാനുണ്ട് ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും. ആയിക്കോട്ടെ, നമസ്കാരം.